നമ്മളുടെ നാടിൻ്റെ വികസനത്തിന് ശക്തരായ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് വാർത്തെടുക്കണം. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അതിനെ എടുക്കണം. നാഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് അതിനെ കണ്ടെത്തണം. അതിൻ്റെ എല്ലാം കൂടി ബാക്കിപത്രമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള തുടക്കമാണ് ഏരീസ് ഐവേഴ്സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും. എയിംറിയാണ് ആദ്യത്തെ ഐവേഴ്സിറ്റി. അതിനോടൊപ്പം തന്നെ ഏരീസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ സബാണ്. അതായത് എയിംറി ഏതാണ്ട് 14 വർഷം കൊണ്ടാണ് ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നൂറുകണക്കിന് ഇൻഡസ്ട്രിയൽ ഡോക്ടേഴ്സ് ഇന്ന് പല ഇൻഡസ്ട്രിയുടെയും ലെജൻസിന് നമ്മൾ കൊടുത്ത് അവരെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളുടെ വിഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നൗ ഇതിനകത്ത് ഓരോ ഓർഗനൈസേഷനെയും ഓരോ ഇൻഡസ്ട്രിയും നമ്മൾ ഒരു മിനി യൂണിവേഴ്സിറ്റി ആയിട്ട്, ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റുകയാണ്. സാറ് വിളിച്ച സമയത്ത് എനിക്ക് ഇത്ര അറിയില്ലായിരുന്നു. പക്ഷെ ഇത് നല്ലൊരു ആശയമാണ്. നല്ല രീതിയിൽ സപ്പോർട്ട് എന്നെക്കൊണ്ടും ഞാൻ ചെയ്യാം സാർ. ഇത് എല്ലാവരും എത്തണം. കാര്യം എന്ന് വെച്ചാൽ മാറുന്ന രീതിയിൽ വിദ്യാഭ്യാസം നമ്മൾ ഇപ്പോഴും കൺവെൻഷണൽ മെത്തേഡാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് നമ്മളിപ്പോഴും പഴഞ്ചനായിക്കൊണ്ടിരിക്കുക. നമ്മളെ കുട്ടികളെയൊക്കെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജ് വളരെ വലുതാണ്, നമ്മളെക്കാളൊക്കെ നോളജിലുണ്ട്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റണം. ഇന്ന് ഒരു എഡ്യൂക്കേഷൻ റെവല്യൂഷൻ്റെ തുടക്കമാണ്. ഓരോ കുട്ടിയും ഒരു മാജിക്കാണ്. പക്ഷേ ഈ മാജിക് പലപ്പോഴും കണ്ടെത്തപ്പെടാതെ പോകുന്നു. ശരിയായ അവസരം കിട്ടുന്നില്ല, ശരിയായ ഡയറക്ഷൻ കിട്ടുന്നില്ല, ശരിയായ ഗൈഡൻസ് കിട്ടുന്നില്ല. നമ്മുടെ ഏരീസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെ ഒരു ഉത്തരമാണ്. പ്രായോഗികമായ ഒരു ജീവിത ശൈലിയും പ്രായോഗികമായ പ്രതിഭകളെയും സൃഷ്ടിക്കാൻ ഇത്തരം പദ്ധതിയിലൂടെ നമ്മുടെ സമൂഹത്തിനാകും. ഒരു വലിയ ഒരു ദൗത്യമാണ് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ വളരെ ശക്തമായ, വളരെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞാനും എൻ്റെ കുടുംബവും എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്. ഗാന്ധി ഭവനി ഒന്നുമില്ലാതെ വന്നവരുണ്ട്, സമൂഹത്തിലെ ഉന്നതരായിരുന്നവരുണ്ട്, ശാസ്ത്രലോകത്തും സാംസ്കാരിക ലോകത്തും ഭരണലോകത്തും ഒക്കെ ഇരുന്നവരെല്ലാം ഒത്തുചേരുന്നൊരു കുടുംബമാണ്. ഞങ്ങൾ പ്രാർത്ഥനയോടെ അങ്ങേക്കും ഈ പദ്ധതിക്കും ഒപ്പമുണ്ട്. 30 വർഷം ഒരു സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചൊരു അധ്യാപകനാണ് ഞാൻ. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം അട്ടപ്പാടിയിലെയും അകലിയിലെയും കാര്യങ്ങളൊക്കെ സോഹൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമ പോലും കാണാത്ത കുട്ടികൾ ഇതുപോലെ ഒരു സൗകര്യം, ഇറ്റ്സ് അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊക്കെ എന്താ പറയുക, സ്വപ്നം കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാസ് റൂം കിട്ടുകയായിരുന്നെങ്കിൽ. 3D തിയേറ്റേഴ്സ്, 3D പ്രൊജക്ടേഴ്സ്, ഫ്രീസിങ് AC, 4K അറ്റ്മോസ് സൗണ്ട്. ഈ ഒരു സൗകര്യം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. എൻ്റെ കുട്ടികളെ സാറ് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നാൽ എങ്ങനെ മോൾഡ് ചെയ്യാം. അതിൽ പഠിക്കുന്ന 230 പേരും, 230 പേർക്കും പുതിയൊരു ലോകമാണിത്. തീർച്ചയായിട്ടും ഏരീസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്നെപ്പോലെ ഒരു സാധാരണ ആളെ കൂടി ഈ ഫാമിലിയിൽ ഉൾപ്പെടുത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാധാരണ ഒരു ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക, ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നു, ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നു. പക്ഷെ സാറിനെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അത്രയും അധികം ഹ്യൂമാനിറ്റി ഉള്ള ഒരാളായിരിക്കണം. ആ ആൾ മാത്രമല്ല, അയാളുടെ കുടുംബവും അയാളുടെ മക്കളും ഒക്കെ അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ബിസിനസ്സിനെ കാണുന്ന, ഇൻഡസ്ട്രിയെ കാണുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് സോഹൻ സാറിനോടും സോഹൻ സാറിൻ്റെ പ്രയത്നങ്ങളോടും ഏറ്റവും അധികം ബഹുമാനം തോന്നുന്നത്. ഇതൊരു കണ്ടിന്യൂസ് റിസർച്ച് പ്രോഗ്രാമാണ്. കീപ് ലേണിംഗ് ദ സോഷ്യൽ പാരാമീറ്റേഴ്സ് ആൻഡ് നമ്മളിതിൽ ഇത് ഫർദർ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നമുക്കിത് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ കാലത്തിനൊത്ത് മാറുക എന്നുള്ളതാണല്ലോ. അതുപോലെ ഇതൊരു കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ട്